കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. മൂവാറ്റുപുഴയിൽ നിരവധി ആളുകളെ ആക്രമിച്ച തെരുവ് നായയെ പിടികൂടി. എന്നാൽ ഓട്ടോറിക്ഷയിൽ നഗരസഭയിലേക്ക് എത്തിക്കുന്നതിനിടയിൽ പിടികൂടിയ നായ ചത്തു. തിങ്കളാഴ്ച രാവിലെ 9 മണ്ണുത്തി വെറ്റിനറി ആശുപത്രിയിൽ നായയുടെ പോസ്റ്റ്മോർട്ടം നടത്തും. മൂവാറ്റുപുഴ നഗരത്തിൽ ശനിയാഴ്ച നിരവധി ആളുകളെ ആക്രമിച്ച തെരുവ് നായയെ പിടികൂടി. ഞായറാഴ്ച രാവിലെ മുതൽ മൂവാറ്റുപുഴ നഗരസഭ ആരോഗ്യ വിഭാഗം സ്ഥിരം സമിതി അധ്യക്ഷ പി രജിതയുടെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും എറണാകുളത്തു നിന്നുള്ള സംഘവും ചേർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് വാഴപ്പള്ളി ITR റോഡിൽ വെച്ച് നായയെ പിടികൂടിയത്. ചേച്ചി കേറി പൊക്കോ. രാവിലെ മുതൽ നായയെ പിടികൂടാനുള്ള ശ്രമം നടത്തി വരികയായിരുന്നുവെങ്കിലും ഉച്ചയോടെയാണ് നായയെ പിടികൂടാൻ സാധിച്ചത്. എന്നാൽ ഓട്ടോറിക്ഷയിൽ നഗരസഭയിലേക്ക് എത്തിക്കുന്നതിനിടയിൽ പിടികൂടിയ നായ ചത്തു. നായയുടെ ജഡം പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമേ പേവിഷബാധ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. മണ്ണുത്തി വെറ്റിനറി ആശുപത്രിയിൽ തിങ്കളാഴ്ച രാവിലെ 9 നായയുടെ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞതായി നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. ഇപ്പം നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു വിഷമകരമായ ഒരു സംഭവം തന്നെയാണിത്. ഇപ്പോൾ 9 പേരെ നഗരസഭാവാസികളെ ഒരു നായ കടിക്കുന്നു. അത് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു നായയായിരുന്നു. സാധാരണ നായ്ക്കൾ അത്രയും ഒരു പിന്നെ അവർ അഗ്രസീവായിട്ടാണ് പെരുമാറാറുള്ളത്. അങ്ങനത്തിലായിരുന്നില്ല. അപ്പം ഈ കടിയേറ്റവർ കൃത്യമായിട്ടും ഹോസ്പിറ്റലിൽ വന്ന് വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്നലെ തന്നെ നമ്മൾ തീരുമാനിച്ചിരുന്നു ഈ നായയെ കണ്ടെത്തണമെന്നും അതിന് ഒബ്സർവേഷൻ ഇടണമെന്നും. അപ്പോൾ അതേ തുടർന്ന് ഇന്ന് ആരോഗ്യ വിഭാഗം ജീവനക്കാർ കുറേയധികം ബുദ്ധിമുട്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. കുറേയധികം ബുദ്ധിമുട്ടിയാണ് ഇന്ന് നമ്മൾ ആ ഒരു നായയെ കേജിലാക്കി ഇവിടെ ഒബ്സർവേഷനിൽ മുനിസിപ്പാലിറ്റിയിൽ വെക്കുക എന്നുള്ളതായിരുന്നു ഡിസിഷൻ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പിടിച്ച് കുറച്ച് കഴിഞ്ഞപ്പം തന്നെ ചത്തുപോവുകയാണ് ചെയ്തത്. അപ്പം അതിപ്പോൾ ഇവിടെ മുനിസിപ്പാലിറ്റിയിലുണ്ട്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടുന്ന് മണ്ണോത്തി ഹോസ്പിറ്റലിലാണ് നമുക്കതിൻ്റെ പോസ്റ്റ്മോർട്ടം പത്തോളജിസ്റ്റാണ് ചെയ്യേണ്ടത്. പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് ഇനി കടക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നാളെ 9 മണിയോടുകൂടി മണ്ണോത്തിയിൽ വെച്ചിട്ട് വെറ്റിനറി ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ നായയുടെ കടിയേറ്റു എന്ന് പറയുന്ന 9 പേരോടും നമ്മൾ നഗരസഭയിൽ നിന്നും കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ വാക്സിനേഷന് നമുക്ക് ആവശ്യത്തിനുള്ള വാക്സിനേഷൻസ് വിവിധ കാറ്റഗറിയിലുള്ളതുണ്ട്. അത് എല്ലാ കാറ്റഗറിയിലുമുള്ള വാക്സിനേഷൻസ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പം നഗരസഭയെ സംബന്ധിച്ചിട്ടുള്ള ഇതൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കാനായിട്ടുമുള്ള എല്ലാ നടപടികളും നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഇല്ല, നമുക്കൊരു അഷ്വറൻസ് ഒന്നും ഇല്ല, പേ ഉള്ളതാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ ആ ചത്തു എന്നുള്ളപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അതിനൊരു പ്രിക്കോഷൻ എടുക്കണം എന്നുള്ളതാണ്. അതിനകത്ത് പാനിക്കാവാനായിട്ടൊന്നുമില്ല. പക്ഷേ ഇത് പ്രിക്കോഷൻ എടുക്കണം എന്നുള്ളതാണ്. ആ നടപടികളാണ് നമ്മളിപ്പോൾ ചെയ്തു വരുന്നത്. ശനിയാഴ്ച രാവിലെ മുതൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 9 ആളുകളെയാണ് നായ ആക്രമിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റവർ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.